ഹലോ, എന്തൊട്ട് ശേഷം സുഖമല്ല എല്ലാ ആൾക്കാർക്ക്. അപ്പോൾ ഇന്നത്തെ തട്ടിക്കൂട്ട് വ്ളോഗിക്ക് എല്ലാ ആൾക്കാരും സ്വാഗതം. സിമ്പിളായി ചാളക്കറി, അതാണ് ഇന്നത്തെ വ്ളോഗ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മീൻ ക്ലീൻ ചെയ്യുന്ന അമ്മയാണ്. അപ്പോൾ ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മൺചട്ടിയാണ് ഏറ്റവും നല്ലത്. മൺചട്ടി അടുപ്പത്ത് വയ്ക്കുക, പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് അതിൽ തക്കാളി, മുളക് കീറിയിട്ടിടുക, വേപ്പിൻ്റെ ഇല, എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ നല്ലൊരു മണം വരും. ഇത് വഴണ്ടി കഴിഞ്ഞാൽ നല്ലൊരു മണം വരും. പച്ച വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഇട്ട് വഴറ്റി, എന്നിട്ട് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മീൻ കറിയിൽ എപ്പോഴും മുളക് പൊടിനേക്കാൾ കൂടുതലായിരിക്കും മല്ലിപ്പൊടി. ഓക്കെ, പിന്നെ ഒരു 3 ടീസ്പൂൺ നമ്മൾ മല്ലിപ്പൊടി ഇടുന്നത്. നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കുക, കാരണം ഈ പൊടികൾക്കൊക്കെ ഒരു പച്ചമണം ഉണ്ടാവും. അപ്പോൾ അതൊന്നും അല്ലാച്ചിങ്ങനെ കറിയിൽ ഇതിലൊക്കെ നമുക്ക് ചെറുതായിട്ട് കുത്തൽ കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത്, ഓക്കെ, നന്നായിട്ട് ഇത് ഇടുമ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക, മണം പോകാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇടുക. 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടി പോരുത് ഇട്ടാൽ നല്ല മഞ്ഞപ്പൊടിയുടെ കുത്തെടുക്കും, പിന്നെ കറി നമുക്ക് വായിൽ വയ്ക്കാൻ കൊള്ളില്ല. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുക. എന്നിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. ഓക്കെ, പച്ച വെളിച്ചെണ്ണ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതൊരു കുഴമ്പ് രൂപത്തിലേക്ക് ആവാനുണ്ട് ഈ മസാലക്കൂട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതിനിങ്ങനെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇച്ചിരി ഉപ്പിടുക. എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഉപ്പ് ശ്രദ്ധിച്ചിടണം. കാരണം ഉപ്പ് കൂടിപ്പോയാൽ ഒരു വകയ്ക്ക് കൊള്ളില്ല കറി. സംഭവം നമ്മൾ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഇത് കഴിഞ്ഞിട്ട് ഇടാമല്ലോ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. അത് കഴിയുമ്പോൾ മീൻ നന്നാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പുളി അത് നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് പിഴിയുക. പുളി ഇടണ്ട കേട്ടോ, സിമ്പിളായിട്ട് കറുത്ത കുരുള്ള പുളിയില്ല, അതാണ് സംഭവം. എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കുഴമ്പ് രൂപത്തിലേക്ക് ആവുന്ന രീതിക്ക് നമ്മളാക്കിയിട്ട് വെള്ളം ഒഴിക്കുക. ഒരു 3 ഗ്ലാസോളം വെള്ളം നമ്മൾ ഒഴിച്ചോ, കുഴപ്പമില്ല. ഇനി ഇൻ കേസ് കുറച്ച് വെള്ളം കൂടി പോയാലും നമുക്ക് പ്രശ്നമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വറ്റിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം എത്ര വേണമെങ്കിലും മീൻ കൂട്ടാണെങ്കിൽ കുറയ്ക്കാം. നമുക്ക് നമ്മുടെ അവിടെയൊക്കെ മീൻ വറ്റിക്കുക എന്ന് പറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെള്ളം ഒന്ന് ചൂടാവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതായത് ഈ മസാലയും വെള്ളവും ഈ സാധനമൊക്കെ കൂടിയിട്ട് ഒന്ന് പിടിക്കണ സമയം വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് ചാള അതിലേക്ക് ഇടുക. ഓക്കെ, ഇത് ഭയങ്കര സിമ്പിളാണ്. കാരണം ഇതിന് അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അടച്ച് വയ്ക്കുക, എന്നിട്ട് അത് തിളച്ച് കഴിഞ്ഞാൽ തിന്നുക, അത്രേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഈ പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഈസിയാണ്. കാരണം മറ്റുള്ള പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഭയങ്കര സ്റ്റെപ്പുകളാണ്. ഇത് വളരെ സിമ്പിളല്ലേ? ഓക്കെ, അപ്പോൾ അഭിപ്രായം നിങ്ങൾ പറയുക കമൻ്റായിട്ട്. അപ്പോൾ ഇങ്ങനെ കുറേ നേരം കഴിഞ്ഞാൽ തുറന്ന് വെക്കണമെങ്കിൽ ഇതുപോലെ തിളച്ചിട്ടുണ്ടാവും. ഓക്കെ, ചാളയൊക്കെ പെട്ടെന്ന് വെവും. അയിൽ ഇതുപോലെ തന്നെയാണ്, നമുക്ക് പെട്ടെന്ന് വേവിക്കാം. ഇത് കഴിഞ്ഞ ചെറിയൊരു പ്രോസസ്സ് ഉണ്ട്. നമ്മൾ ചെറിയ ഉള്ളിയില്ല, അപ്പോൾ ഇന്ന് നമ്മളത് ചെയ്യുന്നില്ല. ഇങ്ങനെയും നമുക്ക് കൂട്ടാം. ചെറിയ ഉള്ളി കുനുകുന അരിഞ്ഞിട്ട് വേറൊരു ചട്ടിയിൽ വെച്ചിട്ട് നമ്മൾ അതൊന്ന് ബ്രൗണിഷ് കളറാവും. കുഞ്ഞുള്ളി ബ്രൗണിഷ് കളറായിട്ടുണ്ടെങ്കിൽ ഈ കറിയിൽ നിന്ന് ഒരു കുഞ്ഞ തവി കൊണ്ട് കറി എടുത്ത് അതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് അപ്പോൾ എന്നൊരു സൗണ്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് തിരിച്ചൊഴിക്കുക. സിമ്പിളാണ്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ആക്കി തുറന്നു ചൂടാറിന് ശേഷം ചോറെടുത്തു, കുഴി കുഴിച്ചു, കറി ഒഴിച്ചു. ഞാൻ തിന്ന ആദ്യത്തെ വറുത്ത മീനാണ് അവിടെ ഇരിക്കുന്നത്.